സംസ്ഥാന സർക്കാരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയിലേക്കാണ് നമ്മളിനി പോകുന്നത്. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതായത് നമ്മുടെ നാട്ടിലെ പാലങ്ങളൊക്കെ ദീപാലങ്കൃതമാക്കുന്ന മനോഹരമായ കാഴ്ചകളാക്കി മാറ്റുന്ന പദ്ധതിക്ക് തുടക്കമായിരിക്കുകയാണ്. ഫറോക്കിലെ പഴയ പാലമാണ് ആ രീതിയിൽ ആദ്യം മനോഹരമാക്കിയിരിക്കുന്നത്, ദീപാലങ്കാരം ചെയ്തുകൊണ്ട് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇന്നലെ അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു. ദീപാലങ്കൃതമായ ആദ്യ പാലം നാടിന് സമർപ്പിച്ചു. കോഴിക്കോട് ഫറൂഖ് പഴയപാലമാണ് ദീപങ്ങൾ നിറച്ച് മനോഹരമാക്കി മാറ്റിയത്. മന്ത്രി മുഹമ്മദ് റിയാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മേഘ കോഴിക്കോടും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മേഘ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. മേഘ, കോഴിക്കോടിന്റെ മനോഹരമായ കാഴ്ചകളിലേക്ക് ഇനി ഫറോക്ക് പാലം കൂടി നമുക്ക് ചേർത്ത് വെക്കാം. ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ വിനോദ സൗകര്യം, ഭക്ഷണം കഴിക്കാനുള്ള ഇടം, അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ പദ്ധതിക്ക്, ഈ ഫറോക്കിൻ്റെ പാലത്തിന്. ഉദ്ഘാടന ചടങ്ങ്, ഒപ്പം തന്നെ അവിടെയുള്ള രസകരമായ കാഴ്ചകളൊക്കെ എന്തൊക്കെയാണ്? മനു, ഒരു പാലം എന്നത് കാലാകാലമായി നമ്മൾ കണ്ടുവരുന്നത് ആളുകൾക്ക് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ നഗരത്തിലെ ഗതാഗത കുരുക്കൊക്കെ തന്നെയും കുറച്ചുകൊണ്ട് സുഗമമായ രീതിയിൽ ആളുകൾക്ക് യാത്ര ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരിടമാണ്. പക്ഷേ അതിനൊപ്പം തന്നെ അതിൻ്റെ മറ്റൊരു സാധ്യത കൂടി പ്രയോജനപ്പെടുത്തുകയാണ് സംസ്ഥാന സർക്കാർ. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം, അതായത് കേരളത്തിലെ പ്രധാന പാലങ്ങളെ ദീപാലങ്കൃതമാക്കി മാറ്റുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്നലെ രാത്രി നടന്നത്. കോഴിക്കോട് ഫറൂഖ് പാലത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മന്ത്രി മുഹമ്മദ് റിയാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആയിരങ്ങളാണ് കോഴിക്കോട് ഫറൂഖ് പാലത്തിലേക്ക് ഒഴുകിയെത്തിയത്. കൃത്യമായി തന്നെ ഒരു പാലത്തെ യാത്രയ്ക്ക് അപ്പുറം അതിനെ മനോഹരമാക്കി മാറ്റി ഒരു ടൂറിസ്റ്റ് ഇടമാക്കി മാറ്റുക എന്ന നൂതനമായ ആശയം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കപ്പെട്ടത്. ആദ്യ ദിവസം തന്നെ നിരവധി പേരാണ് ഫറൂഖ് പഴയ പാലത്തിലേക്ക് എത്തിയത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. ഒരു പാലം അടിമുടി തന്നെ മാറിക്കൊണ്ട് മനോഹരമാക്കി മാറ്റി. അതിനോടൊപ്പം പാർക്ക്, കഫ്റ്റേരിയ, സെൽഫി പോയിന്റ്, അങ്ങനെ ഒരു പാലത്തെ അടിമുടി മാറ്റുന്ന തരത്തിലാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് RBDC അനുവദിച്ച 1.65 കോടി രൂപ ചിലവിട്ട് പൊതുമരാമത്ത് വകുപ്പിൻ്റെ തന്നെ ഇലക്ട്രിക്കൽ വിഭാഗമാണ് ഇതിൻ്റെ നിർവഹണ ചുമതലയൊക്കെ തന്നെയും നടത്തിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നത് മന്ത്രി ഇന്നലെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. പാലം എന്നത് പാലത്തിൻ്റെ അടിഭാഗം ഉൾപ്പെടെ ഒഴിഞ്ഞുകിടക്കുന്ന പലയിടങ്ങളിലും അങ്ങനെയാണ്. അതുൾപ്പെടെ ടൂറിസത്തിന് അല്ലെങ്കിൽ ആളുകൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ഒഴിഞ്ഞു കിടക്കാതെ തന്നെ അത് ടൂറിസം സാധ്യത കൂടി ഉപയോഗിച്ചുകൊണ്ട് ഏത് രീതിയിൽ മാറ്റാം എന്നത് സംസ്ഥാന സർക്കാർ ആലോചിച്ചു വരികയാണ്. അതിനുൾപ്പെടെയുള്ള പദ്ധതികൾ നിലവിൽ നടപ്പിലാക്കുന്നു. അടുത്തു തന്നെ അത്തരത്തിലുള്ള നൂതനമായ ആശയങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട പാലങ്ങളുടെ അടിഭാഗങ്ങൾ, താഴഭാഗങ്ങൾ ഉൾപ്പെടെ ഉപയോഗപ്രദമാക്കിക്കൊണ്ടുള്ള പദ്ധതികൾ രൂപകൽപ്പന ചെയ്യുകയാണ്. അടുത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഏതായാലും വളരെ നൂതനമായ ഒരാശയം. എല്ലായിടങ്ങളും കേരളത്തിൻ്റെ ഓരോ മുക്കുമൂലയും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിൽ തന്നെ മാറ്റിമറിക്കുക എന്നതാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കോഴിക്കോട് ഫറൂഖ് പാലം മനോഹരമാക്കിയത്. ഇത് ആദ്യത്തെ പാലമാണ്. ഇതിനൊപ്പം കേരളത്തിലെ മറ്റ് പ്രധാനപ്പെട്ട പാലങ്ങളൊക്കെ തന്നെയും ദീപാലങ്കൃതമാക്കി ആളുകൾക്ക് ഏറ്റവും രസകരമായ അല്ലെങ്കിൽ സന്തോഷം പങ്കുവയ്ക്കാൻ, സമയം ചെലവഴിക്കാനൊക്കെ മാറ്റുന്ന രീതിയിലേക്ക് അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് നിലവിൽ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. മനു, പോയിരുന്നോ? മേഘ പോയിരുന്നോ? പാലത്തിൽ പോയിരുന്നോ? മനു, ഇന്നലെയാണ് ഉദ്ഘാടനം നടന്നത്. ഇന്നലെ ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ നമുക്ക് വേണ്ടി സിയാദാണ് അവിടെ പോയത്. സിയാദിൻ്റെ കഥകളൊക്കെ തന്നെയും കേൾക്കാൻ സാധിച്ചു. അതിനൊപ്പം പല തലങ്ങളിൽ നിന്നുള്ള വീഡിയോകളും ദൃശ്യങ്ങളൊക്കെ തന്നെയും കാണാനും സാധിക്കുകയും ചെയ്തു. അത് കണ്ട മുതൽ തന്നെ അവിടെ എങ്ങനെയെങ്കിലും പോകണം എന്നൊരു ആഗ്രഹം നിലവിൽ മനസ്സിലുണ്ട്. ഏതായാലും ഉടൻ തന്നെ പോയി കാണും. കാരണം കേരളത്തിലെ ഏറ്റവും മനോഹരമായ പാലങ്ങളെ മാറ്റിയ ആദ്യത്തെ കാഴ്ചയാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രമല്ല പലയിടങ്ങളിൽ നിന്നൊക്കെ തന്നെയും ആളുകൾ ഈ കാഴ്ച കാണാൻ ഇന്നലെ മുതൽ തന്നെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉറപ്പായും ഈ പാലം കാണാൻ പോകേണ്ടത് തന്നെയാണ്, പോകുക തന്നെ ചെയ്യും. തീർച്ചയായും എനിക്കും പോകണമെന്നൊരു ആഗ്രഹമുണ്ട് മേഘ. ഏതായാലും അടുത്തവണ കോഴിക്കോട് വരുമ്പോൾ പാലം ഒന്ന് കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു മേഘ.